മക്കളെ, ക്വസ്റ്റ്യൻ പേപ്പർ അറിയില്ലെങ്കിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങി പോകും, നിങ്ങൾ പെട്ടുപോകും കേട്ടോ. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെ വരിക എന്നുള്ളത്. 1 മുതൽ 5 വരെ വരുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 5 വരെ ഒരു പാരഗ്രാഫ് തരും, അതിൽ ഓരോരോ മാർക്ക് ചോദിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദെൻ പോയം ബേസ്ഡ് ഇല്ലേ, പോയം ബേസ്ഡ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 2026 SSLC എക്സാമിന് വരാൻ വേണ്ടി പോകുന്ന ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്ക് നിങ്ങൾ, പോയം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു. ദെൻ പിന്നെ ചോദിക്കുന്നത് 10ാമത്തത് 6 മുതൽ 9 വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടോ. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്. അപ്പൊ എ ചോദിക്കല് അപ്രീസിയേഷൻ ആണ്, 5 മാർക്കിന്റെ ഒരു അപ്രീസിയേഷൻ ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു പോയം കമ്പാരിസൺ ചോദിക്കും, പോയം കമ്പാരിസൺ കേട്ടോ. ഇപ്പുറത്തൊരു ബോക്സ് തന്നിട്ട് അപ്പുറത്ത് വേറൊരു ബോക്സിൽ വേറൊരു പോയം തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പോയായിരിക്കും, അല്ലെങ്കിൽ അറിയാത്ത പോയായിരിക്കും. അതും ഈ പോയിട്ട് കമ്പയർ ചെയ്യാൻ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. പല ആളുകളും 2 എഴുതി വെച്ചിട്ടുണ്ട്, തെറ്റാണ്. നിങ്ങൾ ഈ പോർഷൻ കഴിഞ്ഞാൽ ആ ഏരി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, നിങ്ങൾ ഒരു ജനറൽ പാരഗ്രാഫ്, പൊതുവെ പുറമേ നിന്നൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു ബോക്സോ തന്നുകൊണ്ട് അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ നിങ്ങൾ, 7 മാർക്കിന്റെ ഒരൊറ്റ ചോദ്യമാണ് പൊതുവെ ഉണ്ടാവല്. ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തന്നെ ഉണ്ടോ. അത് 15ൽ എ ഉണ്ട്, ബി ഉണ്ട്. അതിൽ ഒന്നുകിൽ റൈറ്റപ്പ് ആവാം, അല്ലെങ്കിൽ നറേഷൻ ആവാം, അല്ലെങ്കിൽ റിവ്യൂ. കണ്ടില്ല നിങ്ങൾ, എ ബി ഏതെങ്കിലും ഒന്ന് വന്നാൽ എൻ്റെ മക്കളെ 7 മാർക്കിന് എഴുതി കൊടുക്കണം. ഇത് എത്ര പേജ് എഴുതണം എന്നുള്ളതിൻ്റെ ക്ലാസ് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ എ ഉണ്ട്, ബി ഉണ്ട്. അത് ഡയറിയോ അല്ലെങ്കിൽ ക്യാരറ്റ് സ്കെച്ചോ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വരാം എന്നുള്ളതും കൂടി കേട്ടോ. ശ്രദ്ധിക്കണേ, 6 മാർക്കിന് ഉണ്ടാവില്ല 16ാമത്തെ ക്വസ്റ്റ്യൻ. ഡയറി ആവാം, അല്ലെങ്കിൽ പറ ക്യാരറ്റ് സ്കെച്ച് ആവാം. ആരുടെ ക്യാരറ്റ് സ്കെച്ച് ആണോ വരിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയണോ. ഇന്ന് രാത്രിത്തെ 7ന്റെ ലൈവിൽ ഉണ്ടാവട്ടോ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോളൂ. 7ന്റെ ലൈവിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യട്ടോ. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യനിൽ എ ബി ഉണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ അല്ലെങ്കിൽ സ്പീച്ചോ എഴുതാൻ കേട്ടോ. 6 മാർക്കാണുള്ളത്. സാർ ഞങ്ങൾ എന്തെഴുതും സ്പീച്ച്, ഞങ്ങൾ ഏത് ന്യൂസ് റിപ്പോർട്ടാണ് വരിക? 7ന്റെ ലൈവിൽ ഞങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും പറയാട്ടോ, ഇന്ന് കൃത്യം 7ന്റെ ലൈവിൽ പറയുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഫ്രണ്ട്സിനെയും കൂട്ടി വായോ. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ എ ബി, ഒന്ന് അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് എഴുതാൻ അറിയില്ല കുറെ ആളുകൾക്ക്. വാട്ട് ഈസ് അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് എന്നുള്ളത് കേട്ടോ. പ്രൊമോഷണൽ ടാഗ് ലൈൻ എങ്ങനെ എഴുതണം എന്നുള്ള അറിയില്ല. എന്ത് വന്നാലും എഴുതി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കോമൺ ഫോർമാറ്റുകളായിട്ട് ഞങ്ങൾ ഇന്ന് വരുന്നുണ്ട്. കൃത്യം 7 മണിക്ക് മറക്കരുത്. ദെൻ ബയോഗ്രഫിക്കൽ സ്കെച്ച് എഴുതാൻ അറിയണം, ശരിക്കും വേണ്ടേ? എഴുതാൻ അറിയാണ്ട് എങ്ങനെ പോവാ? അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് ഞങ്ങൾ ഇന്ന് ക്ലാസ് 7 എടുക്കുന്നത്. ആ ഒരു ലൈവിലേക്ക് നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടി വായോട്ടോ. ബയോഗ്രഫിക്കൽ സ്കെച്ച് ഉണ്ടാവും 19ാമത്തായിട്ട്, പക്ഷേ 19ാമത്തായിട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇവന്റ് ഇൻവിറ്റേഷൻ ആണ്. 4 മാർക്കിന് വരിക. ഈ വർഷത്തെ SSLCന്റെ എക്സാം ഇങ്ങനെ വരും കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ ഇവന്റ് ഇൻവിറ്റേഷനും. 21ാമത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും അറിയോ? ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻ ഫോർമേഷൻ. അതായത് 4 WH ക്വസ്റ്റ്യനും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാട്ടോ. നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് MCQ. അത് ഈസിയാണ്, 5 മാർക്കിന്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഈ സംഗതി 1 മുതൽ 5 വരെ എന്ന് പറയുന്ന സംഗതി ഇല്ലേ, വളരെ ഈസി അല്ലേ സാറേ? ഒരു പക്ഷേ ഈസി ആവണമെന്നില്ല. MCQ ചിലപ്പം അവിടെയും ചോദിക്കാം. എന്നിട്ട് 1 ശരിയാണ് 1 2 തെറ്റാണ് എന്ന് പറയുന്ന കുറച്ച് ഫോർമാറ്റ് ഇല്ലേ, ആ ലെവലിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ എഡിറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഗ്രാമർ ആണ്. എഡിറ്റിംഗ് വരും, ഫ്രേസൽ വെർബ് വരും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും. നോക്കൂ നിങ്ങൾ, റിപ്പോർട്ടഡ് സ്പീച്ച് വരും, കോൺവെർസേഷൻ കംപ്ലീഷൻ വരും. ദെൻ പോർട്ട്മോണ്ടോ വേർഡ്സ് അല്ലെങ്കിൽ പെയർ ഉണ്ടാവില്ലേ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് മക്കളെ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് 7ന്റെ ലൈവിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കൃത്യം 7 മണിക്ക് ഇന്ന് MS സൊല്യൂഷന്റെ 10th ചാനൽ ലൈവിലേക്ക് കയറി വായോ. നമുക്ക് 7ക്ക് കാണാം കേട്ടോ. കറക്റ്റ് പ്രഡിക്ഷൻ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. 7ക്ക് ഫ്രണ്ട്സിനെയും കൂട്ടി വായോ, കാണാം.